വരണം വരണം വക്കീലേ. എന്നതാടാ വക്കീലേ നിനക്ക് രാവിലെ ഇത്ര ഗൗരവം? നിന്റെ കേരള പിന്നെയും പിളർന്നു? അതോ നിന്റെ ഏതെങ്കിലും കള്ളസാക്ഷി മറുകോടടിച്ചോ? അതോ നിനക്ക് എയ്ഡ്സ് പിടിച്ചു? എന്നതാടാ? സംഗതി കുറച്ച് സീരിയസാ. നീ വന്നേ. എടാ ജോയി, എനിക്ക് നിന്റെ വീട്ടിൽ ഒരാളെ, ചിലപ്പോ 2 പേരെ ഒളിപ്പിക്കണം. എന്റെ കർത്താവ്, എന്റെ വീട്ടിൽ ആളെ ഒളിപ്പിക്കാൻ നീ എന്നതാ നീ പറയുന്നത്? ഞാൻ പറയുന്നത് വേണ്ട വേണ്ട, വല്ല കൊലപാതകളോ തീവ്രവാദികളോ മറ്റോ വന്നോടാ. ജോയി, നിനക്കെന്നെ കീന ഇളകിയോ? ഞാനും ആൻസിയും പിള്ളേരും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് നടക്കുന്ന കാര്യം വന്നു. നീ ഒന്ന് അടങ്ങ് ജോയി. ഇത് തീവ്രവാദിയും കൊലപാതകവും ഒന്നുമല്ല, ഒരു പെണ്ണും ചെറുക്കനുമാ. പെണ്ണും ചെറുക്കനും? അതേടാ, കാമുകി കാമുകന്മാർ. കാമുകി കാമുകന്മാർ? ഈ കാമുകി കാമുകന്മാരെന്നൊരു വർഗമുള്ള നേരാന്നറിയാം. അവർ ഒളിച്ചോടിപ്പോയതിന്റെയും ആത്മഹത്യ ചെയ്തതിന്റെയും വാർത്തകൾ എത്രയാ പത്രത്തിൽ വായിക്കുന്നത്? ഈ സ്നേഹിച്ചെന്നും വെച്ച് ഓടിച്ചാടി മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഭാര്യയോട് മര്യാദയും പറഞ്ഞ് പിള്ളേരുമായിട്ട് എന്നെ പോലെ ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കാമുകി കാമുകന്മാരെ നേരിട്ട് കണ്ടിട്ടില്ല. കഥയിലും നോവലിലൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചാച്ചൻ്റെ കണ്ണം വെട്ടിച്ച് കുഞ്ഞുനാളിലെ പോയി കണ്ട സിനിമയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നേരല്ലല്ലോ. നമ്മൾ ഈ കാട്ടിൽ തന്നെ അങ്ങനെ കഴിഞ്ഞാലോ? അങ്ങനെ കെട്ടിപ്പിടിച്ച് പാട്ടും പാടി ഈ കാട്ടിൽ എങ്ങനെ നടക്കാം? വിശക്കുമ്പോ? അയ്യോ, വിശപ്പോ? പ്രേമം വന്നാൽ ആർക്കെങ്കിലും വിശപ്പ് വരുമോ? വാസ്തവത്തിൽ എന്നതാടാ ഈ പ്രേമം? ആണും പെണ്ണും ഒളിച്ചോടി പോകുന്നതൊക്കെ അതിനു വേണ്ടിയല്ലയോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ആൻസിയോടും എനിക്ക് കൊച്ചറാണിയോടും ഉള്ളതൊക്കെ പിന്നെ എന്നതാ? എനിക്കറിയാൻ മേല. ഉള്ളത് പറയാമല്ലോ. ആൻസിയെ കല്യാണം കഴിച്ച പിന്നെ ഞാൻ ഒരു പെണ്ണിനെയും വിലയിട്ടിട്ടില്ല. പിന്നെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന 1-2 പെണ്ണുങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട്. എന്നാലും ആൻസിക്ക് എന്നോടുള്ള നോട്ടത്തിൻ്റെ ചിന്ത വരുമ്പോൾ ആ നോട്ടം അങ്ങ് പമ്പ കിടക്കും. നീ ഈ കാമുകി കാമുമാരെ കണ്ടിട്ടുണ്ടോ സണ്ണി? അങ്ങനെ ചോദിച്ചാ ഞാനും ഇത് ആദ്യമായിട്ട് തന്നെ ഇവരെ കാണാൻ പോന്നു. പഠിക്കുന്ന കാലത്ത് പോലും നമുക്കിതിനൊന്നും നേരമില്ലായിരുന്നല്ലോ. പിന്നെ നിന്നെയും ആൻസിയാ ആ കൂടെ കണ്ടിട്ടുള്ളത്. അതുകള, ഞാനും ആൻസിയും സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ. പ്രേമം പോയിട്ട് പകൽ ഞാൻ അവളുടെ അടുത്ത് ഇരുന്നിട്ട് പോലുമില്ല. ഈ കാമുകി കാമുകന്മാരെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒരുപോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവരല്ലോടാ സണ്ണി. നമുക്കിതൊന്നും വിധിച്ചിട്ടില്ലടാ ജോയി. പണ്ട് പുല്ലാനിക്കാട്ടിലും തോട്ടറമ്മിലും ഒക്കെ പുല്ലിയത്തുകാരുടെ പുറകെ പമ്മി നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു. നമുക്കൊന്ന് പ്രേമിച്ചാൽ മതിയായിരുന്നു. പോയത് പോയി. ഒളിച്ചോടി കണ്ട ഹോട്ടലൊക്കെ താമസിച്ചു വരുവാന്ന് വെച്ചാ എന്നതാടാ? ഗർഭമായോ? ആന്നോടാ? നീ ഉള്ള സത്യം പറ. എന്നാ പറഞ്ഞാലും എൻ്റെ സണ്ണി, എനിക്ക് ഈ ഗർഭം കലക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഏതായാലും അതിനൊന്നുമില്ല. എനിക്കതൊക്കെ കേൾക്കുന്നതേ ഒരു ഏതാണ്ട് പോലെ. വലിയൊരു വിശുദ്ധൻ. പണ്ട് കല്യാണി ആശാട്ടിയുടെ മോള് വനജയ്ക്ക് 5000 രൂപ എണ്ണിക്കൊടുത്തത് എന്നാത്തിനായിരുന്നു? ഓർക്കുന്നില്ലായിരിക്കും. നീ ഒന്ന് പതുക്കെ പറ.